Hello students, welcome to LTM. Today we'll continue with the chapter Discovering Truth. The saga continues, chapter 3 of Hornbill textbook. Till now we have completed the chapter where the Carter kept the body under the sun so that it can loosen the raisins. ഇതുവരെ നമുക്കറിയാമല്ലോ കാട്ടനായിരുന്നു ഈ പറഞ്ഞ പോലെ ട്രുട്ടിൻ്റെ ബോഡി മൊത്തം CT സ്കാനും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിൻ്റെ എൻറ്റയർലി ആ കോഫിൽ നിന്ന് വിടുവിക്കാൻ നോക്കിയപ്പോഴാണ് അതൊരു ഗ്ലൂ പോലത്തെ റെയ്സിൻ എന്ന് പറഞ്ഞ ആ ഗ്ലൂ പോലത്തെ ഒരു പദാർത്ഥമായിട്ട് ബോഡി കോഫിനുമായിട്ട് ഒട്ടിയിരിക്കുകയാണ്. അപ്പം കാട്ടർ ഓർത്തു സൺലൈറ്റിൻ്റെ അണ്ടറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഇച്ചിരി ലൂസനായി കിട്ടും, ആ ബോഡി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഫോർ സെവറൽ ഹവേഴ്സ് he set the mummy outside in blazing in the sense very hot sunshine that heated it to 149 degrees Fahrenheit. അത്രയ്ക്ക് ചൂടുള്ളിടത്ത് അതേപോലെ തീ ചൂടത്ത് വെയിലത്ത് കൊണ്ടിട്ട് ആ മമ്മി വെച്ചു. Nothing budged. Budged means moved or shifted, a slight movement. അതിനൊന്നും സംഭവിച്ചില്ല. അത്രയും തീ ചൂടത്ത് വെച്ചിട്ടും അത്രയും വെയിലത്ത് വെച്ചിട്ട് പോലും ആ ബോഡി ആ കോഫിൽ നിന്ന് ഒന്ന് അനങ്ങുകയോ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയോ ഒന്ന് മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. He reported with scientific detachment that the consolidated material had to be chiseled away from beneath the limbs and trunk before it was possible to raise the king's remains. Chiseled away means to cut something with the chisel. Chisel എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റാണ്. അതുമായിട്ട് എങ്ങനെയും ആ ബോഡി വിടവിപ്പിക്കാൻ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. In his defense, Carter really had a little choice. If he hadn't cut the mummy free, thieves most certainly would have circumvented the guards and ripped it apart to remove the gold. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പം ചോദ്യങ്ങൾ വരും, എന്തുകൊണ്ടാണ് ആ ചിസിൽ യൂസ് ചെയ്തിട്ട് ബോഡീനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഡിഫെൻസിന് വേണ്ടിയിട്ട് കാട്ടർ എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, വളരെ ലിറ്റിൽ ചോയ്സേ ഉള്ളൂ. ഏത് ചോയ്സാണെന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പുള്ളിക്ക് ഒരു ചെറിയ രീതിയിൽ മാത്രമേ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സർക്കംവെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും കള്ളന്മാരോ ഏതെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ ചുറ്റും നടന്നിട്ട് ഗാർഡ്സിനെ വല്ലതും ഏതെങ്കിലും തരത്തിൽ കയ്യിലെടുത്തിട്ട് ഈ ടൂമ്പിൻ്റെ അകത്തെ ഗോൾഡും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്യാൻ ചിലപ്പം അവർക്ക് സാധിച്ചേക്കാം എന്നുള്ള ഒരു ഡിഫെൻസാണ് പുള്ളി പറഞ്ഞത്. ഇതിൻ്റെ കാരണം, ആ ചിസൽ യൂസ് ചെയ്തതിൻ്റെ കാരണം പറഞ്ഞത്. In Tut's time, the royals were fabulously wealthy, and they thought or hoped they could take their riches with them. ടുട്ടിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ അവർ ഭയങ്കരമായിട്ട് ഒരുപാട് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് പണം സ്വത്തും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അവരത് ബിലീവ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിശ്വസിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ, അവർ മരിക്കുമ്പോഴും അവർക്ക് അവരുടെ റിച്ച്നെസ്, അവരുടെ ആ വെൽത്ത് മൊത്തം അവരുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ്. ഫോർ ഹിസ് ജേർണി to the great beyond, King Tut was lavished with glittering goods, precious collars, inlaid necklaces and bracelets, rings, amulets. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ചോദിച്ചാൽ നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഒരു ഗോൾഡ് വെച്ചിട്ടുള്ള കോളേഴ്സും കാര്യങ്ങളുമാണ്, നെക്ലസും കാര്യങ്ങളുമാണ്. ഇൻലെയ്ഡ് മീൻസ് ഡെക്കറേറ്റീവ് പാറ്റേണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആമുലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആമുലെറ്റ്സ് ഈസ് എൻ ഓർണമെൻറ്റ് ഓർ എ സ്മോൾ പീസ് ഓഫ് ജ്വല്ലറി thought to give protection against evil, danger or disease. ആ ഒരു നമ്മളൊക്കെ പറയുകയാണെങ്കിൽ താവീസ് എന്ന് പറയത്തില്ലേ, അപ്പം ആ ഒരു വിശ്വാസമാണ്. അങ്ങനത്തെ ആമുലെറ്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഈവിൾ, ഡേഞ്ചർ ഓർ ഡിസീസ്. The next phase, scanning the mummies with a portable CT machine donated by National Geographic Society and
സീമെൻസ് ഇറ്റ്സ് മാനുഫാക്ചറർ. അപ്പം ഈ സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫോണും കാര്യങ്ങളും എല്ലാം അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവരൊരു CT മെഷീന് ഈ മമ്മീസിൻ്റെ സ്കാനിങ്ങിന് വേണ്ടി പോർട്ടബിളായിട്ടുള്ള നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയും കൂടെ കൂടിയിട്ട് ഈ സ്കാനിങ് മെഷീൻ പോർട്ടബിളായിട്ടുള്ള ഡൊനേറ്റ് ചെയ്തു. To separate tooth from his adornments means ornaments. നമ്മളിപ്പം കുറച്ച് മുമ്പ് വായിച്ച കാര്യങ്ങളെല്ലാം, അതായത് കോളറും എല്ലാ കാര്യങ്ങളും, നെക്ലസ്, ഇതെല്ലാം ഗോൾഡിൻ്റേത്, അതൊക്കെ ഊരണം എന്നുണ്ടെങ്കിൽ കാർട്ടർ എന്ത് ചെയ്തു? കാർട്ടേഴ്സ് മെൻ റിമൂവ്ഡ് the mummy's head and severed nearly every major joint. എല്ലാ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റുകളും അതേപോലെ ആ മമ്മിയുടെ തല വരെ മാറ്റി റിമൂവ് ചെയ്തു. എന്നാലേ ആ ഗോൾഡെല്ലാം അവർക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്കി ഫെർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മമ്മിയുടെ മേളിൽ സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ. Once they had finished, they reassembled the remains on a layer of sand in a wooden box with padding that concealed the damage. The bed where Tut now rests. ഇപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാം റിമൂവ് ചെയ്ത ഗോൾഡൻ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അത് ആ ബോഡി എൻറ്റയർലി വീണ്ടും റീഅസംബിൾ ചെയ്തു. എന്നിട്ട് അത് ഒരു സാൻഡിൻ്റെ മേളിൽ ഒരു വുഡൻ ബോക്സിൻ്റെ അകത്ത് ഒരു ലെയർ സാൻഡിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വുഡൻ ബോക്സിൻ്റെ അകത്ത് അത് കൺസീൽ ചെയ്തിട്ട്, അതായത് ഒരു ഡാമേജും പറ്റാത്ത രീതിയിൽ അവർ കൺസീൽ ചെയ്തിട്ട് അതിൽ കിടത്തി. ഇപ്പോഴും ആ ടുട്ടിൻ്റെ ബോഡി അതേപോലെ തന്നെയാണെന്നാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയുന്നത്. Archaeology has changed substantially in the intervening decades, focusing less on treasures and more on fascinating things of life and intriguing mysteries of death. ഇപ്പം കിങ് ടുത്തിൻ്റെ മരണത്തിന് ശേഷവും ആ ബോഡി റിസീവ് ചെയ്ത് ഇന്നത്തെ ഒരു കാലവും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അവരുടെ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ ട്രഷറിൻ്റെ മേളിലല്ല, കൂടുതലും ആ ഒരു എങ്ങനെയായിരുന്നു മരിച്ചത് ആ ഒരു ടൈമിങ്ങിൽ ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയാണ് ഇത്രയും യങ് ആയിട്ടുള്ള ഒരു രാജാവ് എങ്ങനെ മരിച്ചു എന്നുള്ള അതിൻ്റെ പുറകിലുള്ള മിസ്റ്ററീസും കാര്യങ്ങളും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ചിന്തിക്കുന്നത്. It also uses more sophisticated tools including medical technology. ഇപ്പം പല പല കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ മെഡിക്കൽ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അത് വെച്ചിട്ട് പല കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതിൻ്റേതായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂൾസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ യൂസസ് കൂടിയിട്ടുണ്ട്. In 1968, more than 40 years after Carter's discovery, an anatomy professor x-rayed the mummy and revealed a startling fact. Beneath the resin that cakes his chest, his breastbone and front ribs are missing. അപ്പം 1960 ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട്, കാർട്ടറിൻ്റെ ഡിസ്കവറി കഴിഞ്ഞിട്ട് 40 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് ഒരു അനാറ്റമിയുടെ പ്രൊഫസറാണ് എക്സ്റേ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള സ്റ്റാർട്ട്ലിങ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അതാണ്, അൺഎക്സ്പെക്റ്റഡ് ഓർ സർപ്രൈസിങ് ഫാക്റ്റ് കണ്ടുപിടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ബിനീത്ത് ദ റീസിൻ ദാറ്റ് കേക്സ് ഹിസ് ചെസ്റ്റ്, ഹിസ് ബ്രസ്റ്റ് ബോണും ഫ്രണ്ട് റിബ്സും എല്ലാം മിസ്സിംഗ് ആണെന്നുള്ളത്. Today, diagnostic imaging can be done with computed tomography, that is also known as CT scan, or CT, by which hundreds of X-ray scans or X-rays in cross-section are put together like slices of bread to create the three-dimensional virtual body. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് CT സ്കാനിൻ്റെ ത്രൂ നമുക്ക് എക്സ്റേസ് ക്രോസ് സെക്ഷൻസും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെർച്വൽ ബോഡി തന്നെ
3 ഡയമെൻഷനലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ലൈസസ് ഓഫ് ബ്രെഡ് എല്ലാം ഒരുമിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എൻറ്റയർ ഒരു 3 ഡയമെൻഷണൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഈ CT സ്കാൻ വഴി എല്ലാം ഇപ്പം എക്സ്റേസ് എല്ലാം വെച്ചിട്ടും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെർച്വൽ ബോഡി തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. What more could a CT scan reveal of truth than an X-ray? ഒരു എക്സ്റേക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ട് CT സ്കാനിൽ നിന്ന് ഇനിയും വേറെ ഒന്നും നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയില്ല എന്ന്. ആൻഡ് കുഡ് ഇറ്റ് ആൻസർ 2 ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻസ് സ്റ്റിൽ ലിങ്കറിങ് അബൌട്ട് ഹിം? ഹൗ ഡിഡ് ഹീ ഡൈ? ഈ 2 ചോദ്യങ്ങൾ, അതായത് എങ്ങനെയാണ് മരിച്ചത്, ഹൗ ഓൾഡ് വാസ് ഹീ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത്, എത്ര വയസ്സായിരുന്നു കിങ് ടുട്ട് എന്നുള്ള ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും എന്ന് വിശ്വസിച്ചു. King Tut's demise was a big event even by royal standard. Demise means death. കിങ് ടുട്ടിൻ്റെ ഡെത്ത് ഈ വലിയ ബാക്കി റോയൽ ഫാമിലിയിൽ തന്നെ അതൊരു വലിയൊരു ഇവൻ്റായിട്ട് തന്നെയായിരുന്നു. എങ്ങനെയാണ് മരിച്ചത്, ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെ മരിച്ചു എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു എപ്പോഴും. But the particulars of his passing away and its aftermath are unclear. ഇന്നും അതിൻ്റെ പറ്റി ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടില്ല. Amenhotep III, Tut's father or grandfather, അതിനെപ്പറ്റി ക്ലിയർ അല്ല. ഫാദർ ആയിരുന്നു ഗ്രാൻഡ് ഫാദർ ആയിരുന്നു Amenhotep എന്നുള്ളത് അറിയത്തില്ല. വാസ് എ പവർഫുൾ ഫാറോ ഹു റൂൾഡ് ഫോർ ഓൾമോസ്റ്റ് 4 decades. 4 decades എന്ന് പറഞ്ഞാൽ ഒരു 40 വർഷത്തോളം റൂൾ ചെയ്തു. at the height of the 18th dynasty golden age. golden ageൽ 18th dynastyയിൽ ഈ 40 വർഷത്തോളം റൂൾ ചെയ്തു. His son Amenhotep IV succeeded him and initiated one of the strangest period of history of ancient Egypt. Amenhotep III കഴിഞ്ഞിട്ട് Amenhotep IV ആണ് ഈ റൂൾ ചെയ്തത് നെക്സ്റ്റ് വന്നത്. ആ ഒരു പീരീഡ്, ആ റൂളിംഗ് പീരീഡിന് സ്ട്രേഞ്ചസ്റ്റ് പീരീഡ് ഈജിപ്തിൽ പറയപ്പെടുന്നത്. ദ ന്യൂ ഫാറോ പ്രൊമോട്ടഡ് ദ വർഷിപ്പ് ഓഫ് ദി Aten, the Sundisk, changed his name to Akhenaten or servant of Aten, and moved the religious capital from the old city of Thebes to the new city of Akhenaten known as Amarna. അപ്പം ഈ പുതിയ രാജാവ് എന്ത് ചെയ്തു, സൺഡിസ്കിനെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ സേവിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പേര് പോലും പുള്ളിയുടെ മാറ്റി അഖെനാറ്റൻ എന്നാക്കി. ദാറ്റ് മെൻറ്റ് സെർവൻറ്റ് ഓഫ് ഏറ്റൻ, സെർവൻറ്റ് ഓഫ് ഏറ്റൻ, അതായത് സൺഡിസ്കിൻ്റെ ഒരു സെർവൻ്റ് എന്നുള്ള രീതി. അതുപോലെ തന്നെ പഴയ സിറ്റി ക്യാപിറ്റൽ വരെ മാറ്റി. അതായത് തീബ്സിൽ നിന്ന് അവർ മാറി അമർന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ക്യാപിറ്റലായിട്ട് മാറ്റിയത്. Amenhotep IV, he further shocked the country by attacking Amun, a major god, smashing the images and closing his temple. അമൻ എന്താ അവിടുത്തെ മേജറായിട്ടുള്ള ഒരു ഗോഡായിരുന്നു. പണ്ട് അവർ അമുനെ ആയിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ ഗോഡിൻ്റെ ഇമേജസും ടെമ്പിൾസും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്യിപ്പിച്ചു, ഇമേജസ് എല്ലാം നശിപ്പിച്ചു. ഈ Amenhotep IV ചെയ്ത് ഓരോ പരിഷ്കാരങ്ങളിലാണ് കൺട്രി ഒരുപാട് അവരുടെ ആൾക്കാരെല്ലാം ഷോക്ക്ഡായിപ്പോയി. It must have been a horrific time, said Ray Johnson, director of University of Chicago Research Center in Luxor, the site of ancient Thebes. Ancient Thebesലെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന റേ ജോൺസൻ്റെ അക്കോർഡിംഗ്ലി ആ ഒരു സമയം, അതായത് Amenhotep IV സമയം, അമുൻ എന്ന് പറഞ്ഞ ഗോഡിൻ്റെ എല്ലാ ഇമേജസും കാര്യങ്ങളും എല്ലാം ടെമ്പിൾസും എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു സമയം വളരെ ഹൊറിബിളായിട്ടുള്ള സമയമായിരുന്നായിരിക്കാം എന്ന് ഡയറക്ടർ ഈ യൂണിവേഴ്സിറ്റിയിലെ റേ ജോൺസൺ പറഞ്ഞു. The family that had ruled for centuries was coming to an end, and then Akhenaten went a little wacky.
ഇത്രയും വർഷങ്ങളായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഞ്ച്വറീസായിട്ട് റൂൾ ചെയ്ത 100 വർഷക്കണക്കിന് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫാമിലിയുടെ എൻ്റെ അടുത്ത് കാണാമായിരുന്നു. അഖിനട്ടൻ ഒരു വാക്കി മീൻസ് അമ്യൂസിങ് ഇൻ എ സ്റ്റൈൽ ഓഡ് വേ, ഒരു ഓഡ് വേയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക്. ആഫ്റ്റർ Akhenaten's death, a mysterious ruler named Smenkhare appeared briefly and exited with hardly a trace. അഖിനറ്റൻ്റെ ഡെത്തിൻ്റെ കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം സ്മെൻകറെ എന്ന് പറഞ്ഞ ഒരു റൂളർ വന്നു. പക്ഷേ ആ റൂളർ പോലും കുറച്ച് നാളത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ട്രേസ് പോലും ഇല്ലാതെ, ഒരു പൊടി പോലും ഇല്ലാതെ ആ റൂളർ എങ്ങോട്ട് പോയെന്ന് പോലും അത് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ദെൻ എ വെരി യങ് Tutankhaten took the throne, King Tut as he is widely known today. ഇന്ന് നമ്മൾ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന കിങ് ടുട്ടിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ടുട്ടൻഖാത്തൻ, അതായത് കിങ് ടുത്ത് ഈ പറഞ്ഞ പോലെ രാജ്യം ഭരിക്കാൻ വന്നത്. The boy king soon changed his name to Tutankhamun, living image of Amun, and oversaw a restoration of the old ways. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പം ടുട്ടൻഖാത്തൻ, അതായത് കിങ് ടുത്ത്, നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കിങ് ടുത്തിൻ്റെ ആ സമയത്ത് പേര് ലിവിങ് ഇമേജ് ഓഫ് അമൂൺ എന്നുള്ള മീനിങ് ഉള്ള ടുട്ടൻഖാത്തൂൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി. അതുപോലെ തന്നെ പഴയ കാലത്ത് അമൂനെ പൂജിക്കുന്ന പോലെ തന്നെ ആ ഒരു പ്രഥ പിന്നെയും ഈ മകൻ കൊണ്ടുവരാൻ നോക്കി. ഹീ റെയിൻ for about 9 years and then died unexpectedly. അപ്പം കിങ് ടുട്ടിൻ്റെ രാജ്യം എത്ര നാളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി അവർ പറയുന്നു 9 വർഷക്കാലം ഭരിച്ചു എന്ന്. Regardless of his fame and the speculations about his fate, Tut is one mummy among many in Egypt. ഈജിപ്തിൽ ഒരുപാട് മമ്മീസും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് മാത്രമാണ് ഈ കിങ് ടുട്ടിൻ്റെ മമ്മി. How many? No one knows. The Egyptian Mummy Project, which began an inventory in late 2003, has recorded almost 600 so far and is still counting. ഇതിനകത്ത് പറയുന്ന എത്ര മമ്മി ടോട്ടൽ കാണും അവർക്കൊരു പിടിയുമില്ല. നോ വൺ നോസ്, ആർക്കും അറിയത്തില്ല. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന, ഇൻവെൻട്രി ഉണ്ടാക്കുന്നതിൻ്റെ ഈജിപ്ഷ്യൻ മമ്മി പ്രോജക്റ്റ് 2003 ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അവരുടെ റെക്കോർഡ് പ്രകാരം 600ഓളം ഇതുവരെ ലിസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതിൻ്റെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. The next phase, scanning the mummies with a portable CT machine donated by National Geographic Society and Siemens, its manufacturer. അപ്പം ഈ സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫോണും കാര്യങ്ങളും എല്ലാം അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവർ ഒരു CT മെഷീന് ഈ മമ്മീസിൻ്റെ സ്കാനിങ്ങിന് വേണ്ടി പോർട്ടബിളായിട്ടുള്ള നാഷണൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയും കൂടെ കൂടിയിട്ട് ഈ സ്കാനിങ് മെഷീൻ പോർട്ടബിളായിട്ടുള്ള ഡൊനേറ്റ് ചെയ്തു. King Tut is one of the first mummies to be scanned in death as in life, moving regally ahead of his countrymen. ജീവിതത്തിൽ പോലും കൺട്രിമെന്നിനെക്കാട്ടിലും ഏറ്റവും ഫസ്റ്റായിട്ട് നിന്ന ആളായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റായിട്ട് തന്നെയായിരുന്നു മരണത്തിന് ശേഷം ഈ കിങ് ടുത്തിൻ്റെ മമ്മിയായിരുന്നു ആദ്യമേ സ്കാൻ ചെയ്തപ്പെട്ടത്. A CT machine scanned the mummy head to toe, creating 1,700 digital X-ray images in cross-section. ഈ CT മെഷീന് തല തൊട്ട് താഴെ കാല് വരെയുള്ള ബോഡി സ്കാൻ ചെയ്തിട്ട്, അതായത് മമ്മി സ്കാൻ ചെയ്തിട്ട് 1,700 ഡിജിറ്റൽ എക്സ്റേ ഇമേജസ്, ഒരു 1,700ഓളം ഇമേജസ് ക്രോസ് സെക്ഷൻ വഴി ഇത് ക്രിയേറ്റ് ചെയ്തു. Tut's head scanned in 0.62 millimeter slices to register its intricate structures takes on eerie detail in the resulting image. അപ്പം ടുട്ടിൻ്റെ ഹെഡ് ഒരു 0.62 മില്ലിമീറ്റർ സ്ലൈസ് ആയിട്ട്, അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് പ്രകാരമാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും
ഈ CT സ്കാൻ വഴി ഇമേജ് ഉണ്ടാക്കിയത്. അത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പിന്നീട് തന്നത്. With Tooth's entire body similarly recorded, a team of specialists in radiology, forensics, and anatomy began to probe the secret that the winged goddess of guild burial shrine protected for so long. ഇതിൻ്റെ അകത്ത് പറയുന്നത് കിങ് ടുട്ടിൻ്റെ എൻറ്റയർ ബോഡിയുടെ ആ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേസും കാര്യങ്ങളും ഒരു ടീമായിട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ ടീമായിട്ട് വന്നിട്ടാണ് സ്റ്റഡി ചെയ്തത്. അതിൻ്റെ അകത്ത് ആരൊക്കെ ഉൾക്കൊണ്ടെന്ന് ചോദിച്ചാൽ റേഡിയോളജി, ആ എക്സ്റേ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫോറൻസിക്സ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ദുരൂഹ മരണമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും, പിന്നെ അനാറ്റമിയിലെ സ്പെഷ്യലിസ്റ്റ്, അതായത് ഹ്യൂമൻ ബോഡിയുടെ എൻറ്റയർ അനാറ്റമിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ 3 പേരുടെ സ്പെഷ്യൽ ടീമാണ് വന്നിട്ട് ഈ ടുട്ടിൻ്റെ എൻറ്റയർ ബോഡി സ്കാനിൻ്റെ പഠനം നടത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് ദ വിങ്ഡ് ഗോഡസ് ഓഫ് ഗ്രിൽഡ് ബറിയൽ ഷ്രൈൻ പ്രൊട്ടക്റ്റഡ് ഫോർ സോ ലോങ്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വിങ്ഡ് ഗോഡസ് ഏതാണ്? മരണത്തിന് ശേഷം ഈജിപ്ഷ്യൻസിൻ്റെ വിശ്വാസപ്രകാരം മരണത്തിന് ശേഷം ഒസിറിസ് എന്ന് പറഞ്ഞ ഗോഡസ് ആണ് അവരെ പരിപാലിക്കുന്നതെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പം ഇത്രയും നാളും ആ ഒരു സീക്രട്ട് ഈ ഗോഡസ് വെച്ചുകൊണ്ടിരുന്നത്, അതായത് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആ സീക്രട്ട് പറ്റിയുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും കൂടെ വന്നത്. ബുക്കിൻ്റെ അകത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. കിങ് ടുട്ടിൻ്റെ കൂടെ ഒസിറിസ് ഗോഡസിൻ്റേത്. അത് മ്യൂറലായിട്ട് ഒരു പെയിൻറ്റിങ്ങായിട്ട് ടൂമിൻ്റെ അടുത്ത് തന്നെ ഇത് വരച്ചിട്ടുണ്ട്. അതായത് ഈ ഗോഡസ് ആണ് മരണത്തിന് ശേഷം പോലും കിങ് ടുട്ടിൻ്റെ എൻറ്റയർ സീക്രട്ട് മറച്ചു പിടിച്ചിരിക്കുന്നതെന്നുള്ളതാണ് വിശ്വാസം. ദ നൈറ്റ് ഓഫ് ദ സ്കാൻ വർക്ക്മാൻ ക്യാരിഡ് ടുട്ട് ഫ്രം ദ ടൂം ഓഫ് ഹിസ് ബോക്സ്. നൈറ്റിൽ വന്നിട്ട്, രാത്രിയിൽ വന്നിട്ട് സ്കാനിന് വേണ്ടിയിട്ട് വർക്ക്മാൻ എൻറ്റയർ ടൂമും കാര്യങ്ങളും എല്ലാം കിങ് ടുട്ടിൻ്റെ എടുത്തുകൊണ്ട് പോയി. ലൈക്ക് pall bearers, they climbed a ramp and a flight of stairs into the swirling sand outside, then rose on a hydraulic lift into the trailer that held the scanner. Pall bearers means ഫ്യൂണറലിനൊക്കെ കോഫിൻ എടുത്തുകൊണ്ട് പോകുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. അവരെങ്ങനെയാണ് സ്വില്ലിങ് മീൻസ് ടു സ്പിൻ ഓർ ട്വിസ്റ്റ്. ഈ ഫ്ലൈറ്റിലൊക്കെ കയറി പോകുന്ന പോലത്തെ ഉയരത്തിലാണ്. കാരണം 26 അടി താഴ്ചയിലായിരുന്നു ഇത് മമ്മി സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പം എന്തുമായിരുന്നു അതിൻ്റെ ക്ലൈമറ്റ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, വളരെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഷീനെ യൂസ് ചെയ്തിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇൻ ടു ദ ട്രെയിലർ, ആ സ്കാനറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു. 20 minutes later, 2 men emerged, sprinted for an office nearby and returned with a pair of white plastic fans. 20 മിനിറ്റിന് ശേഷം 2 ആൾക്കാർ വളരെ സ്പീഡിൽ ഓടി വന്ന്, സ്പ്രിൻറ്റഡ് മീൻസ് റാൻ അറ്റ് ദ ഹൈ സ്പീഡ്, ഫോർ ആൻ ഓഫീസ് നിയർ ബൈ ആൻഡ് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് വൈറ്റ് പ്ലാസ്റ്റിക്. 2 പ്ലാസ്റ്റിക്കിൻ്റെ ഫാനും എടുത്തുകൊണ്ട് അവർ പോകുന്നതായിട്ട് കണ്ടു. അതിൻ്റെ അകത്ത് ഓത്തർ പറയുന്നു, The $1 million scanner had quit because of sand in a cooler fan. Curse of Pharaoh, joked a guard nervously. അപ്പോൾ ആ 2 ഗാർഡ്സും ഈ പ്ലാസ്റ്റിക് ഫാൻ എടുത്തുകൊണ്ട് പോയതിൻ്റെ എന്താണ് കാരണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് റൈറ്റർ പറയുന്നത്. $1 million സ്കാനറിൻ്റെ അകത്ത് മണൽ, ഈ പറഞ്ഞ പോലെ മണലിലുള്ള കാറ്റും കാര്യങ്ങളും ആയിരുന്നല്ലോ മുകളിലോട്ട് പോയപ്പം, അതിൻ്റെ കൂളറിൻ്റെ അകത്ത് മണൽ കയറിയോണ്ട് അത് നിന്നുപോയത്. അപ്പോൾ ഒരു ഗാർഡ് അവിടെ നിന്ന് നെർവസായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ശാപമാണ്, രാജാവിൻ്റെ ശാപമാണെന്ന്. Eventually, the substitute fan worked well enough to finish the procedure. ഈ സ്കാനിങ്ങിൻ്റെ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഫാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്തു. After checking that no data has been lost, the technicians turned Tut over the workman who carried him back to his tomb. ടൂമിലേക്ക്
ഈ ഡേറ്റ മൊത്തം ചെക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഒന്നും ലോസ്റ്റ് ആയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ പിന്നെ ടെക്നീഷ്യൻസ് വർക്ക്മെന്നോട് തിരിച്ച് ടുട്ടിൻ്റെ ബോഡി കല്ലറയിലേക്ക് ടൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. Less than 3 hours after he was removed from his coffin, the pharaoh again rested in peace where the funeral priest had laid him so long ago. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പ്രാർത്ഥനയോടുകൂടി അടക്കിയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ടുട്ടിൻ്റെ ബോഡി 3 മണിക്കൂർ പോലും എടുത്തില്ല. ആ സ്കാനിങ്ങും പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കോഫിനിലേക്ക് മാറ്റി. Back in the trailer, a technician pulled up astonishing images of Tut on a computer screen. അപ്പം ഈ ടെക്നീഷ്യന് ഈ ഇത്രയും ഇമേജസ് എടുത്തതിന് ശേഷം ഒരു അമേസിങ് ആയിട്ടുള്ള ഇമേജസ് കിങ് ടുട്ടിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങി. A grey head took shape from scattering of pixels, and the technician spun and tilted it in every direction. അപ്പം ഗ്രേ കളറിൻ്റെ ഒരു ഹെഡ് ഷേപ്പായിട്ട് നമ്മൾ ഈ പിക്സൽസ് എല്ലാം കൂടെ സ്കാറ്റർ ചെയ്ത പിക്സൽസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയപ്പോഴത്തേക്ക് ഈ ടെക്നീഷ്യൻ അതിനൊരു തലയുടെ ഫോം കൊടുത്തു. ഒരു ഗ്രേ കളറിൻ്റെ തലയുടെ ഫോം കൊടുത്തു. ഒരു 3D ഷേപ്പിലാണ് ഇവർ പല സ്ഥലത്തോട്ട് പല ഡയറക്ഷനിലോട്ട് തിരിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഈ ടെക്നീഷ്യൻസ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത്. A neck vertebrae appeared as clearly as in an anatomy class. ഒരു അനാറ്റമി ക്ലാസ്സിൽ നമ്മൾ ഒരു സ്കെലറ്റനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നെക്കിൻ്റെ വേർട്ടിബ്രേ എവിടെയാണെന്ന് വെച്ചാൽ വേർട്ടിബ്രേ മീൻസ് സീരീസ് ഓഫ് സ്മോൾ ബോൺസ് വിച്ച് ഫോം എ നമ്മുടെ ബാക്ക് ബോൺ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സീരീസ് ഓഫ് ബോൺസ് ആണ്. Other images revealed a hand, several views of rib cage and a transition of the skull, but for now the pressure was off. അപ്പം എല്ലാ ഇമേജസ് കുറേ കൈയുടെയും റിബ് ഗേജിൻ്റെയും അതുപോലെ തന്നെ സ്കള്ളിൻ്റെയും പല പല ഇതേപോലെ പിക്സൽസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് അവർ ഇമേജസ് ഫോം ചെയ്തു. അപ്പം എല്ലാം ഇമേജസും അവർക്ക് റിവീൽ ചെയ്ത് കിട്ടാൻ തുടങ്ങി. Sitting back in his chair, Zahi Hawass smiled, visibly relieved that nothing had gone seriously wrong. അപ്പം ഈ മമ്മീസിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പലതും സംഭവിക്കുമെന്നുള്ള ആ ഒരു മിത്ത് അതൊന്നും സംഭവിച്ചില്ലെന്ന് ഒന്ന് ഓർത്ത് സഹി ഹവാസ് കസേരയിലിരുന്ന് വളരെ ശാന്തമായിട്ടിരുന്ന് ചിരിച്ച് ഒരുമാതിരി ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇത്രയെല്ലാം ചെയ്തിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. I didn't sleep last night, not for a second, he said. I was so worried. But now I think I will go and sleep. ഇതിനകത്ത് പറയുന്നത് ജെറി ഹവാസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ജെറി ഹവാസ് എന്താ പറഞ്ഞത്, ലാസ്റ്റ് നൈറ്റ് ഒന്നും ഒരു ശകലം പോലും ഉറങ്ങിയില്ല. ടെൻഷൻ കാരണം വറീഡായിരുന്നു, അത് കാരണം ഉറങ്ങിയില്ല ഒരു സെക്കൻഡ് പോലും. ഇനി ഒന്നും ഇത്രയും ചെയ്തിട്ടൊന്നും സംഭവിച്ചില്ലാത്തതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ പോയി ഇനിയും ഉറങ്ങണമെന്ന്. By the time we left the trailer descending metal stairs to the sandy ground, the wind had stopped. ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇവർ ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര ഒരു കാറ്റ്, മണൽക്കാറ്റ് അടിച്ചായിരുന്നു. അത് ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞു, ആൾക്കാരെല്ലാം താഴെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാറ്റ് വളരെ ശാന്തമായി, അത് നിന്നു. The winter air lay cold and still like death itself in this valley of departed. ഈ വാലി ഓഫ് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ എല്ലാ രാജാക്കന്മാരെയും അവിടെ കൊണ്ട് അടക്കുന്ന ഒരു സ്ഥലമാണ്. ദ വിൻ്റർ തണുപ്പ് സമയത്തെ ആ ഒരു കാറ്റിൻ്റെ ഒരു തണുപ്പും എല്ലാം മരിച്ച പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തത്. Just above the entrance to Tut's tomb stood Orion, the constellation എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്. ദാറ്റ് the ancient Egyptians knew as the soul of Osiris. ഏഷ്യൻറ്റ് ഈജിപ്ഷ്യൻസിൻ്റെ വിശ്വാസം എന്താണെന്ന് ആഫ്റ്റർ ഡെത്ത് ഒസിറിസ് എന്ന് പറഞ്ഞ ഗോഡസ് ആണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന്. ദ ഗോഡസ് ഓഫ് ആഫ്റ്റർ ലൈഫ് വാച്ചിങ് ഓവർ ദ ബോഡി. ഇവിടെ
ടൂമ്പിൻ്റെ മുകളിലായിട്ട് പോലും ആ ഓറിയൻ ഉണ്ട്. അപ്പം ഒസറസ് എന്ന് പറഞ്ഞ ഗോഡസ് ആണ് നമ്മുടെ കൊച്ചു രാജാവിനെ, ടുട്ടിൻ്റെ സോളിനെ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് അവരുടെ വിശ്വാസം. With this we come to the end of the chapter. Thank you students. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സ് നിങ്ങളുടെ ഇടുക, അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.